ഹായ് കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും. അപ്പോൾ നമുക്കിന്ന് ഒരു എലാസ്റ്റിക് നൈറ്റിയാണ് ഞാൻ തയ്ക്കാൻ പോകുന്നത്. അപ്പോൾ അതെങ്ങനെയെന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഫ്രണ്ട് പീസല്ല ബാക്ക് പീസാണ് ഫസ്റ്റ് കട്ട് ചെയ്യണത്. സാധാരണ നമ്മളൊരു നൈറ്റി തയ്ക്കുമ്പോൾ നമ്മൾ ബാക്ക് പീസ് ഫ്രണ്ട് പീസും ഒരുമിച്ച് വെച്ചിട്ട് കട്ട് ചെയ്യുകയാണ് ചെയ്യാറ്. പക്ഷേ ഇതിന് നമുക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ ബാക്ക് പീസ് ഫസ്റ്റ് കട്ട് ചെയ്തതിന് ശേഷമാണ് പിന്നെ ഫ്രണ്ട് പീസ് കട്ട് ചെയ്യണത് കേട്ടോ. ഏറ്റവും ഈസിയിൽ ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയാണ് ഞാനിപ്പോൾ ഇവിടെ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് വേണ്ടത് നമ്മുടെ ഫുൾ ലെങ്ത്താണ്. ഫുൾ ലെങ്ത്ത് എനിക്ക് വേണ്ടത് 56 ഇഞ്ചാണ് വേണ്ടത്. അപ്പോൾ ആ 56 ഇഞ്ചിലോട്ട് നമ്മൾ 2 ഇഞ്ച് കൂട്ടിയിട്ട് തയ്യൽ തുമ്പൊക്കെ കൂട്ടിയിട്ട് നമ്മൾ 58 ഇഞ്ചാണ് മാർക്ക് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ലെങ്ത്ത് വേണ്ടത് വരുന്നത് 58 ഇഞ്ച്. ഓക്കെ, 58 ഇഞ്ചിലാണ് വരുന്നത്. അപ്പോൾ അത് നമുക്കൊന്ന് മാർക്ക് ചെയ്ത് അടയാളപ്പെടുത്താം. അത് എവിടെയാണോ വരുന്നത് അവിടെ നമുക്ക് താഴെന്ന് എടുത്തിട്ടുണ്ട് കേട്ടോ. ടാപ്പ് താഴെ നിന്നാണ് പിടിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഓക്കെ, അപ്പോൾ ഇവിടെയാണ് 58 ഇഞ്ച് നമുക്ക് വരുന്നത്. ഓക്കെ, അപ്പോൾ ഞാനത് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. എത്രത്തോളം കാണുന്നുണ്ടെന്നറിയില്ല. ഓക്കെ, യെസ്, ഇപ്പോൾ ക്ലിയറായിട്ട് കാണാൻ പറ്റുമല്ലോ. അപ്പോൾ നമ്മൾ 58 ഇഞ്ച് കേട്ടോ. അപ്പോൾ 58 ഇഞ്ചാണ് നമ്മളിവിടെ അടയാളപ്പെടുത്തിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ 2 ഇഞ്ചാണ് കേട്ടോ ലെങ്ത്തിലോട്ട് നമ്മൾ അടയാളപ്പെടുത്തി കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ഇനി നമുക്ക് ഷോൾഡർ, എൻ്റെ ഷോൾഡറിൻ്റെ ഇതെന്ന് പറഞ്ഞാൽ 15 ഷോൾഡറിൻ്റെ ഇത് വരുന്നത്. 15 ആകുമ്പോൾ അതിൻ്റെ ഹാഫ് 7.5 അല്ലേ. ഇനി 7.5 നമുക്കൊരു 1/2 ഇഞ്ചും കൂടി കൂട്ടിക്കാണ്ട് 8 ഇഞ്ച് വരെ എടുക്കാം. അതല്ലെങ്കിൽ 7 ഇഞ്ച്. പക്ഷേ എനിക്ക് 7.5 ഇഞ്ച് എടുത്താൽ തന്നെ നല്ല ഫിറ്റിൽ കറക്റ്റിൽ തന്നെ കിട്ടാറുണ്ട്. അപ്പോൾ നമുക്ക് 7.5 ഇഞ്ചിൽ തന്നെ നമുക്കത് അടയാളപ്പെടുത്താം ഷോൾഡർ കേട്ടോ. ഓക്കെ, ഇപ്പോൾ 7.5 ഇഞ്ചിൽ നമ്മൾ അടയാളപ്പെടുത്തി കൊടുക്കാം. യെസ്, 7.5 ഇഞ്ചിലാണ് നമ്മൾ അളവെടുക്കാം കേട്ടോ. 7.5 ഇഞ്ചിൽ അടയാളപ്പെടുത്തി കൊടുത്തു. ഇനി നമുക്കിവിടെ ഒരു ഷോൾഡർ സ്ലോപ്പ് നമുക്ക് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ ഒരു 1/2 ഇഞ്ച് ഇവിടെ നിന്ന് മാർക്ക് ചെയ്യണ്ടേ. പിന്നെ ഈ 1/2 ഇഞ്ചിലോട്ടാണ് കേട്ടോ നമ്മൾ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതായത് നമ്മുടെ നെക്കിൻ്റെ വിടുത്ത് ഞാൻ ഉദ്ദേശിക്കുന്നത് 3 ഇഞ്ചാണ്. അപ്പോൾ ആ 3 ഇഞ്ചിൽ നിന്ന് വേണം നമ്മൾ ഈ ഷോൾഡർ സ്ലോപ്പ് നമ്മൾ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എലാസ്റ്റിക് നൈറ്റി പല വിധത്തിലും ചെയ്യുന്നതുണ്ട്. അപ്പോൾ ഈ ഒരു മോഡൽ ഒന്ന് ചെയ്ത് നോക്കാം. ഓക്കെ, ഇനി നമുക്ക് വേണ്ടത് ആം ഹോളാണ്. അപ്പോൾ ആം ഹോൾ നമുക്ക് ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം. അപ്പോൾ അതും ഞാനിവിടെ 7.5 തന്നെയാണ് എടുക്കുന്നത്. ഓക്കെ, 7.5 അതായത് ഇങ്ങനെ താഴോട്ട് കേട്ടോ. 7.5 അടയാളപ്പെടുത്തുന്നത്. ഓക്കെ, 7 എടുത്തെങ്കിൽ നമുക്കൊരു വീതി വിസ്താരത്തിൽ ഉണ്ടാവുകയുള്ളൂ കേട്ടോ. അപ്പോൾ 7.5. അപ്പോൾ നമുക്ക് ഈ ഒരു 7.5 ഇവിടെയും അടയാളപ്പെടുത്തണം. സെയിം തന്നെ കേട്ടോ. അതായത് ഷോൾഡറിൻ്റെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് എടുത്ത അളവ് തന്നെ ഇവിടെ നിന്ന് ഇങ്ങോട്ടും കൊടുക്കണം. എന്നിട്ട് നമുക്ക് കൊടുക്കാം. ഇതൊക്കെ നമ്മൾ ബോഡി പാർട്ടിൽ ബാക്ക് പീസ് നമ്മൾ സാധാ ചുരിദാർ തയ്ക്കണ പോലെ തന്നെയാണ് നമ്മൾ അടയാളപ്പെടുത്തുന്നതൊക്കെ. ഓക്കെ, ഇങ്ങനെ കൊടുക്കും. ഇവിടുത്തെ അളവ് എന്ന് പറഞ്ഞാൽ നമ്മളെ ബ്രസ്റ്റിൻ്റെ അളവാണ് കേട്ടോ എടുക്കുന്നത്. അപ്പോൾ എൻ്റെ ബ്രസ്റ്റിൻ്റെ അളവ് 44 ഇഞ്ചാണ്. അപ്പോൾ ഈ 44 ഇഞ്ചിലോട്ട് നമ്മൾ ഒരു 4 ഇഞ്ച് കൂട്ടിയിട്ട് 48 ഇഞ്ചാക്കുക. എന്നിട്ട് 48 ഇഞ്ചിനെ നമ്മൾ 4ആയിട്ട് മുറിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, എന്നപ്പോൾ 4ആയിട്ട് ഭാഗിക്കുക. അപ്പം 44 ഇഞ്ചിനെ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് കാൽക്കുലേറ്റർ ഒന്നും ഇല്ലാതെ നമുക്കൊന്ന് നോക്കാം. 44 + 4 48. 48നെ 4ആയിട്ട് നമുക്ക് നോക്കിയാൽ എത്ര കിട്ടണമെന്ന് നോക്കാം. 24. 24ൻ്റെ പകുതി 12. ഓക്കെ, അപ്പോൾ ഈ 12നെ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ അടയാളപ്പെടുത്തി കൊടുക്കാം.
12-ന് ഇവിടെ നമ്മൾ അടയാളപ്പെടുത്തി കൊടുത്തു. ഇനി നമുക്ക് 1.5 ഇഞ്ചാണ് നമ്മൾ സാധാരണ നമ്മളൊരു ടോപ്പിലൊക്കെ തയ്യൽ തുമ്പ് ഇട്ട് കൊടുക്കാറ്. പക്ഷേ ഇവിടെ നമുക്ക് നൈറ്റിക്ക് 1 ഇഞ്ച് മതി കേട്ടോ. തയ്യൽ തുമ്പ് 1 ഇഞ്ച് മതി. കാരണം അതല്ലെങ്കിൽ നമുക്ക് കൈ കിട്ടാൻ കുറച്ച് പണിയായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് 1 ഇഞ്ച് കൊടുത്താൽ മതി കയ്യിന്. സാധാരണ നൈറ്റിക്ക് നമുക്ക് തുണി കുറവായിരിക്കും വരുന്നത്. ബിറ്റാണെങ്കിൽ തീരെ കിട്ടാൻ ചാൻസ് കുറവാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ 1 ഇഞ്ച് തയ്യൽ തുമ്പ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ 12 ഇഞ്ച് അടയാളപ്പെടുത്തി അതിലോട്ട് 1 ഇഞ്ച്. ഓക്കെ, ഇനി നമ്മുടെ ഷേപ്പ് അളവ് നോക്കാം. ഷേപ്പ് അളവ് വരുന്നത് 43 ഇഞ്ചാണ്. അപ്പോൾ ഈ 43 ഇഞ്ചിലോട്ട് നമുക്ക് ഇവിടെ ചെസ്റ്റിന് കുറച്ചും കൂടി ലൂസ് വേണമെന്നുണ്ടെന്ന് വെച്ചെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ 5 ഇഞ്ച് കൂട്ടിയിട്ട് 1 ഇഞ്ച് നമുക്ക് തയ്യൽ തുമ്പ് കൂട്ടാട്ടോ. അതായത് 44 ഇഞ്ചാണെങ്കിൽ അതിലോട്ട് 5 ഇഞ്ച് കൂട്ടിയാൽ 49/4 + 1 അങ്ങനെയും കൂട്ടാട്ടോ. ഞാനിവിടെ 4 ഇഞ്ച്, എനിക്ക് അത്ര ലൂസ് വേണ്ട. ഒന്നാമത് നൈറ്റി, നമ്മുടെ ഇലാസ്റ്റിക് നൈറ്റിയും കൂടി ആകുമ്പോൾ നമുക്ക് കുറച്ച് ലൂസായിട്ട് തന്നെ കിട്ടുക. അപ്പോൾ നമുക്ക് 4 ഇഞ്ച് മതിയാവും. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ എടുത്തത് കേട്ടോ. പിന്നെ ഇനി നമുക്ക് നമ്മുടെ ഷേപ്പാണ് അളവ്. നമ്മുടെ ഷേപ്പിൻ്റെ ആ ഒരു അളവ് നമ്മൾ എത്രയാണെന്ന് നോക്കാം. 43 ഇഞ്ചാണ്. 43 ഇഞ്ചിലോട്ട് ഞാൻ 4 തന്നെയാണ് കൂട്ടുന്നത് കേട്ടോ. നമ്മൾ ടൈറ്റായിട്ട് എടുക്കണതല്ലേ, അപ്പോൾ നമുക്ക് ബോഡിയിൽ ഫിറ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. 43ലോട്ട് നമ്മൾ 4 ആഡ് ചെയ്തിട്ട് 47 എടുത്തിട്ട് അതിൻ്റെ 4/1 ഭാഗം. ഓക്കെ, അതിൻ്റെ 4/1 ഭാഗം എത്ര വരുമെന്ന് നോക്കാം. ഇതാ 11.75. അപ്പോൾ നമുക്കത് 11.75 ഇവിടെ നിന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം. പ്ലസ് 1 ഇഞ്ച് തന്നെയാണ് ഞാൻ തയ്യൽ തുമ്പിട്ട് കൊടുക്കുന്നത് കേട്ടോ. പിന്നെ നല്ല കറക്റ്റ് ഫിറ്റിങ്ങിൽ നിങ്ങൾക്ക് അടിക്കാൻ പറ്റുന്നുണ്ടെന്ന് വെച്ചെങ്കിൽ 1/2 ഇഞ്ച് തയ്യൽ തുമ്പിട്ട് കൊടുത്താലും മതി. ഓക്കെ, അപ്പോൾ കുറച്ചൊക്കെ പഠിക്കുന്ന ആൾക്കാരാണെന്ന് വെച്ചെങ്കിൽ നമുക്ക് 1 ഇഞ്ച് ഇട്ട് കൊടുക്കാം. ഇനി കുറച്ച് എനിക്ക് ഇത് കറക്റ്റാവോ തെറ്റാവോ എന്നൊക്കെ ചിന്തയുള്ള ആളുകളാണെന്ന് വെച്ചെങ്കിൽ നിങ്ങൾ 1.5 ഇഞ്ചും ഇട്ട് കൊടുത്തോളൂ കേട്ടോ. പക്ഷേ സീല തികയണം എന്നില്ല, അതുകൊണ്ടാണ് നമ്മൾ ഇത് കൊടുക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു അളവാണല്ലോ കിട്ടിയത്. ഇനി നമുക്ക് നൈറ്റിക്ക് കൂടുതൽ ഫ്ലെയർ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിൻ്റെ ഫുൾ വിഡ്ത്തും എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഫുൾ വിഡ്ത്ത് എന്ന് പറയുന്നത് ഇതിൻ്റെ ഫുൾ വിഡ്ത്ത് 22 ആണ് കേട്ടോ. 22 എനിക്ക് കുറച്ച് ഫ്ലെയറിൽ നിൽക്കുന്നതാണ് ഇഷ്ടം. അപ്പോൾ അതുകൊണ്ട് ഞാൻ 22 എടുക്കുന്നുണ്ട്. 18 16 എടുത്താലും അത് മതിയാകും. ഓക്കെ, അപ്പോൾ ഇതിൽ എനിക്ക് 22 കിട്ടുന്നുണ്ട്. അപ്പോൾ ഞാനത് ഫുള്ള് എടുക്കുന്നുണ്ട് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഫ്ലെയറിൽ നിൽക്കുന്നതാണ് ഇഷ്ടം. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഞാനതുകൊണ്ട് അതന്നെയാണ് എടുക്കുന്നത്. പിന്നെ നമുക്കൊന്ന് ചേർത്ത് വെക്കാം. ആദ്യം ഇവിടുത്തെ ചെസ്റ്റിൻ്റെ അവിടെ നിന്ന് നമുക്ക് ഇങ്ങോട്ട് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മുടെ ഹിപ്പോ കാര്യങ്ങളോ ഒന്നും അടയാളപ്പെടുത്തി കൊടുക്കണില്ല. പകരം നമ്മൾ എന്ത് ചെയ്യണത്, ഇവിടുന്ന് ഡയറക്റ്റ് ഇങ്ങോട്ട് കൊണ്ടുവരികയാണ് ചെയ്യണത്. കേട്ടോ. അപ്പോൾ ഞാനത് വരച്ചിട്ട് കാണിക്കാം. ഇങ്ങനെ വെച്ചിട്ട് കുറേ ദിവസമായി വീഡിയോ ഇട്ടിട്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് സ്റ്റിച്ചിങ് ഓർഡർ കൂടുമ്പോൾ അതിൽ നമുക്ക് വീഡിയോ ഇടാൻ വേണ്ടിയിട്ട് സാധിക്കണില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അത് എഡിറ്റ് ചെയ്ത് കഴിയില്ല. അപ്പോൾ നമ്മൾ ഇടാതിരിക്കുകയാണ് കേട്ടോ. അതുകൊണ്ടാണ് ഇടാത്തത്. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഷേപ്പിൽ നിന്ന് ഇങ്ങനെ ഡയറക്റ്റ് ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ഇവിടെ വന്ന് നിർത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ ഒരു പണിയും കൂടി ചെയ്യാനുണ്ട് കേട്ടോ. അതെന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ. അപ്പോൾ ഓക്കെ, ഇവിടെ എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു ജസ്റ്റ് ഓക്കെ യെസ് ഓക്കെ. ഞാൻ ആദ്യം ലൈവ് പോകാമെന്ന് വിചാരിച്ചപ്പോൾ ഇടയ്ക്ക് നമുക്ക് കട്ടാവേണ്ടി വന്നാൽ പിന്നെ അത് പ്രശ്നമാകും കരുതിയിട്ട്
ഓക്കെ. അപ്പോൾ നമുക്കിവിടെ ഒരു ഇഞ്ച് വരെ നമുക്കിങ്ങനെ മുകളിലോട്ട് ഇങ്ങനെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അത് നമ്മുടെ സെൻറ്ററിൽ നിന്നായിരിക്കണം കേട്ടോ. ഇപ്പോൾ ഇതിൻ്റെ സെൻറ്റർ 21, അപ്പോൾ ഇതിൻ്റെ സെൻറ്റർ 10 ആയിരിക്കുമല്ലോ. അപ്പോൾ നമ്മൾ സെൻറ്ററിൽ നിന്ന് വേണം നമ്മൾ ഷേപ്പ് ചെയ്ത് കൊടുക്കാൻ. അല്ലാതെ ഇവിടെ നിന്ന് തന്നെ, അതായത് ഇവിടെ നിന്ന് തന്നെ തുടങ്ങരുത്, ഇവിടെ നിന്ന് സെൻറ്ററിൽ നിന്ന് വേണം നമുക്ക് ഷേപ്പ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. കാണാൻ പറ്റുന്നുണ്ടോ അറിയില്ല. നമ്മളങ്ങനെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഓക്കെ. അപ്പം അത് സൈഡ് നമുക്കിങ്ങനെ തൂങ്ങി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ബാക്ക് പീസ് നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ നമ്മൾ വരച്ച വരയിലൂടെ തന്നെ കട്ട് ചെയ്തിട്ട് കൊടുക്കുകയാണ് ചെയ്യണത്. വേറൊരു ഇതുമില്ല കേട്ടോ. അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും പിന്നെ ഒരു അളവൊന്നും കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ വരച്ച അതിലൂടെ തന്നെ കട്ട് ചെയ്ത് വെക്കുക. ഇനി അത് മാറ്റി വെക്കുക. ഇത് സംസാരിച്ച ഭാഗം കേൾക്കാൻ പറ്റുന്നില്ല, അതുകൊണ്ടാണ് വോയിസ് ഓവർ കൊടുക്കുന്നത്. അപ്പോൾ നമുക്കിനി ഫ്രണ്ട് പീസിന് കട്ട് ചെയ്യാൻ വേണ്ടി വെച്ച ആ 3 ഇഞ്ച് മടക്കി വെച്ചിട്ടുണ്ടല്ലോ, അതിൻ്റെ മുകളിലോട്ട് തന്നെ ആയിട്ട് ബാക്ക് പീസ് മുകളിലോട്ട് വെച്ച് കൊടുക്കുകയാണ് ചെയ്യണത്. അപ്പോൾ നമുക്ക് ബാക്ക് പീസ് മുകളിലോട്ട് വെച്ച് കൊടുക്കാം. അതിന് മുന്നേ ഞാനൊരു കാര്യം പറയട്ടെ. നമ്മൾ അളവെടുക്കുമ്പോൾ താഴെ നിന്ന് മുകളിലോട്ട് സെൻറ്ററിലോട്ട് അങ്ങനെ വേണം. ഫ്രണ്ട് പീസായാലും ബാക്ക് പീസായാലും നമ്മൾ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, എങ്കിലും മാത്രമേ നമുക്ക് സെൻറ്റർ ഭാഗത്ത് നിന്ന് കൈ കിട്ടത്തുള്ളൂ. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു അളവ് നിങ്ങൾക്ക് 3 ഇഞ്ച് എന്നുള്ള അളവ് നിങ്ങൾക്ക് 2.5 ഇഞ്ച് വേണമെങ്കിലും ആക്കാം കേട്ടോ. എൻ്റെ നെക്കിൻ്റെ വിടുത്ത് 3 ഇഞ്ചാണ് ഞാൻ എടുക്കാറ് സാധാരണയായിട്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ 3 ഇഞ്ച് എടുത്തത്. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ 2.5 ഇഞ്ചും കൊടുക്കാം. പിന്നെ സ്ക്വയർ നെക്കായത് കൊണ്ട് തന്നെ നമുക്ക് 3.5 ഇഞ്ചൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ അത് കുറച്ച് ഓവറായിട്ട് പോകും. അപ്പോൾ അതുകൊണ്ട് 3 ഇഞ്ച് മതി. അതാണ് ഒരു കറക്റ്റ് അളവ്. ഇനി അത്രയും വെടുത്ത് വേണ്ടാത്തവർക്ക് 2.5 ഇഞ്ചും നമുക്ക് കൊടുക്കാം കേട്ടോ. അപ്പോൾ അത് കറക്റ്റ് ആയിട്ട് തന്നെ ഫോൾഡ് ചെയ്തിട്ടുണ്ട് എന്ന് ഉറപ്പ് വരുത്തുക. എന്നിട്ട് വേണം നമുക്ക് ബാക്ക് പീസ് ഫ്രണ്ട് പീസിൻ്റെ മുകളിൽ വെച്ചിട്ട് കട്ട് ചെയ്യുകയാണ് ചെയ്യണത്. പിന്നെ ഷോൾഡർ സ്ലോപ്പും അതൊക്കെ അതുപോലെ തന്നെയാണ്. പിന്നെ അതിൻ്റെ സൈഡിൽ കുറച്ച് തുണികളെ നമുക്ക് കിട്ടുള്ളൂ. കാരണം നമുക്ക് നൈറ്റി ബിറ്റ് എന്ന് പറഞ്ഞാൽ അതൊരു കറക്റ്റ് അളവിലായിരിക്കും വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അത് കൂടുതലായിട്ട് അളവൊന്നും കിട്ടാൻ ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് ബാക്ക് പീസ് അതിൻ്റെ മുകളിൽ വെച്ചിട്ട് നമുക്ക് ആ ഒരു ജസ്റ്റ് ആ ആം ഹോളും അതുപോലെ ഷോൾഡർ സ്ലോപ്പും ഷോൾഡറും ഒക്കെ ഒന്ന് കിട്ടിയാൽ മതി. പിന്നെ ഷേപ്പും കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് അടയാളപ്പെടുത്തിയിട്ട് അതിന് മുകളിലൂടെ ഒന്നുകൊണ്ട് കട്ട് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ഒരു കാര്യങ്ങളുടെയും നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. നിങ്ങൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായെങ്കിൽ, അതുപോലെ നിങ്ങൾക്കത് യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യാതെ നിങ്ങൾ കാണല്ലേ. അതുപോലെ തന്നെ നിങ്ങൾ ലൈക്ക് ചെയ്യുകയും വേണം കേട്ടോ. അപ്പോൾ അതുപോലെ ഇങ്ങനെ ഒന്ന് വെച്ചിട്ട് അത് നമുക്കൊന്ന് ജസ്റ്റ് കട്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. താഴെ നമുക്ക് ബാക്ക് പീസിൻ്റെ അത്രയും വെടുത്ത് തന്നെ കിട്ടൂല. നമ്മളിങ്ങനെ ഫോൾഡ് ചെയ്ത് വെച്ചത് കൊണ്ട്, നൈറ്റി പീസ് ആയതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ അത് നിങ്ങൾ ഒരിക്കലും വറീഡ് ആവേണ്ട ആവശ്യമില്ല. അത് വേഗം ഒന്ന് വെച്ചിട്ട് കൊടുത്താൽ മതി. ഇനിത് നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യണത്. ഇനി നമുക്ക് അതിൻ്റെ നെക്ക് അടയാളപ്പെടുത്തി ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ 3 ഇഞ്ചാണ് എടുക്കുന്നത്. 3 ഇഞ്ച് കൊടുക്കുക. അതുപോലെ തന്നെ ഞാൻ ലെങ്ത്ത് എടുക്കുന്നത് 6 ഇഞ്ചാണ്. നിങ്ങൾക്ക് 5.5 ഇഞ്ചും 5 ഇഞ്ചും ഒക്കെ എടുക്കാം കേട്ടോ. ഞാൻ 6 ഇഞ്ചാണ് എടുക്കുന്നത്. എനിക്ക് കുറച്ച് വൈഡായിട്ട് നിൽക്കണം എന്നുള്ളത് കൊണ്ടാണ്. ഇനി അത് സ്ക്വയറിൽ തന്നെയാണ് നമ്മൾ വരക്കണത്. അപ്പം 3 ഇഞ്ച് വെടുത്തിലും 6 ഇഞ്ച് ലെങ്ത്തിലുമാണ് ഞാനിപ്പോൾ ഇവിടെ നെക്ക് കൊടുക്കുന്നത്. 5.5 ഇഞ്ച് കൊടുത്താൽ തന്നെ സാധാരണയായിട്ട് നല്ല നെക്ക് വിടുത്തും ലെങ്ത്തും ഉണ്ടാകും. കാരണം നമുക്ക് അലാസ്റ്റിക് വെച്ച് മടക്കി അടിക്കുകയാണ് ചെയ്യണത്. അതായത് നെക്ക് പീസിൻ്റെ അവിടെ നമുക്കൊരു ശീല വെച്ചിട്ട് മടക്കി കൊടുക്കുകയാണ് ചെയ്യണത്. അപ്പോൾ ഒരു 1/2 ഇഞ്ച് കിട്ടും. സാധാരണ 6 ഇഞ്ച് ഇടുന്ന ആളുകൾക്ക് 5.5 ഇഞ്ച് കൊടുത്താൽ മതിയാകും.
അപ്പോൾ ഞാൻ 6 ഇഞ്ച് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് കുറച്ചൊരു ലെങ്ത്ത് വേണം എന്നുള്ളത് കൊണ്ട് മാത്രമാണ് കേട്ടോ. അപ്പോൾ 5.5 ഇഞ്ച് കൊടുത്താൽ തന്നെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് തന്നെ കിട്ടും. കാരണം 5.5 ഇഞ്ച് കൊടുത്താൽ 6 ഇഞ്ചിൻ്റെ നെക്ക് നമുക്ക് കിട്ടും കേട്ടോ. ഞാൻ ഈ പറയണ മെത്തേഡിൽ നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്യുകയാണെങ്കിൽ ഓക്കെ. അപ്പോൾ നമ്മൾ നെക്ക് ഇവിടെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഒരു പീസ് എടുത്തിട്ട് അതിൻ്റെ മുകളിൽ വെച്ച് ഇതേ സെയിം നെക്ക് തന്നെ കൊടുക്കുകയാണ് ചെയ്യണത്. ഇനി ഇവിടെ ഈ ഒരു ഭാഗത്ത് നമുക്ക് അലാസ്റ്റിക് വരും കേട്ടോ. അലാസ്റ്റിക് വരുന്നത് കൊണ്ട് നമുക്കതിങ്ങനെ ചുരുങ്ങി നിൽക്കും. അപ്പോൾ ആ ഒരു ഭാഗത്താണ് അലാസ്റ്റിക് വരുന്നത്. ഇനി നമുക്ക് സ്ലീവ് കട്ട് ചെയ്യണം. അതുപോലെ നെക്ക് മടക്കി തയ്ക്കാനുള്ള ഒരു ശീല കട്ട് ചെയ്യണം. അപ്പോൾ അതൊക്കെയാണ് ഇനി ഇതിൽ നമുക്ക് ആവശ്യം വരുന്നത്. ലൈനിങ് പീസാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൽ വേണം നമ്മൾ അടയാളപ്പെടുത്താനായിട്ട്. അപ്പോൾ നമുക്ക് എത്രയാണോ ലെങ്ത്ത് പിന്നെ എത്ര ഇഞ്ചിൻ്റെ ഇതാണോ നമ്മൾ അലാസ്റ്റിക് ആണോ എടുക്കുന്നത്, ആ അലാസ്റ്റിക്കിൻ്റെ അനുസരിച്ച് കിട്ടണം നമുക്ക് ഇവിടുത്തെ ഒരു വിധത്തിലുള്ള തുണി കേട്ടോ. അത്രയുമാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഇത് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. ആർക്കും ചെയ്യാൻ പറ്റുന്ന മെത്തേഡാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് പ്രത്യേകിച്ച് ഒരു അളവോ കാര്യങ്ങളൊന്നും ഇതിനെടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനൊരു പീസ് എടുത്തിട്ട് ഇത് ചെയ്യുന്നത്. ഓക്കെ, ഇത് സിമ്പിളായിട്ട് ആർക്കും ചെയ്യാൻ പറ്റുന്നൊരു ഇത് നല്ലൊരു നിലക്കാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ കൊടുത്താൽ ഈസി ആയിട്ട് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, ഇങ്ങനെ ഇത് ചെയ്യുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും. ഇത് ഞാൻ അങ്ങനെ തന്നെ കാണിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ അറിയാത്തവർക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഫസ്റ്റ് ബിഗിനേഴ്സിനൊന്നും ഇതിങ്ങനെ കട്ട് ചെയ്തിട്ട് എടുക്കാനൊക്കെ ബുദ്ധിമുട്ട്. ഞാനൊക്കെ യൂട്യൂബിൽ നോക്കിയിട്ടാണ് പഠിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് ഇത് എത്ര അളവ് എങ്ങനെയൊന്നും അറിയണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനത്തെ ആളുകൾക്കുള്ളതാണ് കേട്ടോ ഈ ഒരു മെത്തേഡ്. ഇത് ഒരിക്കലും ഫോളോ ചെയ്യണ്ട. അറിയണവർ എന്ത് ചെയ്യുക, ഇങ്ങനെ മടക്കി ഇത് രണ്ടും മടക്കിയിട്ട് ഒപ്പം വെച്ചിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കുക. ഓക്കെ, അപ്പോൾ ഇതിങ്ങനെ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്കവിടെ പിൻ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ ഞാൻ കാണിക്കാം. ഇനി അതല്ലാത്തത് ഇങ്ങനെ ചെയ്താലും മതി. ഞാൻ കാണിക്കാതെ ഫസ്റ്റ് അതായിരിക്കും സിമ്പിൾ. ഇത് ഇങ്ങനെ ചെയ്യാം. ഇങ്ങനെ ചെയ്യുമ്പോൾ കുറച്ച് ചിലപ്പോൾ കൺഫ്യൂഷൻ ആവാനും ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്കിങ്ങനെ ചെയ്ത് കൊടുക്കാം. ഫസ്റ്റ് പിന്നെ ഒരു കൺഫ്യൂഷൻ ആട്ടോ. ഞാനൊരു തുണി പീസ് എടുത്തിട്ടുണ്ട്. ആ പീസിൻ്റെ മുകളിൽ നമ്മൾ ഇങ്ങനെ വെക്കുക നമ്മുടെ നെക്ക്. നമുക്ക് ഇപ്പം നമ്മൾ എത്ര ഇഞ്ചിൻ്റെ അലാസ്റ്റിക് ആണോ എടുക്കുന്നത് അതിനനുസരിച്ച് കിട്ടണം നമുക്ക് ഇവിടുത്തെ അളവ് കേട്ടോ. അത് ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റിൽ നമുക്ക് ഈ ഒരു അളവ് നമുക്ക് എടുക്കാം. ഏറ്റവും സിമ്പിളായിട്ടുള്ള ഇതാണ് കേട്ടോ ഞങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ട്. നെക്ക് വെക്കുമ്പോൾ ശ്രദ്ധിക്കുക, കറക്റ്റ് തന്നെ ആവണം കേട്ടോ. അതല്ലെങ്കിൽ നിങ്ങൾ ബുദ്ധിമുട്ടും. ഓക്കെ, ഒരളവിൽ നമുക്ക് ഫസ്റ്റ് ഒന്ന് വരച്ച് കൊടുക്കാം. സ്ക്വയർ ഓക്കെ, ഇതിങ്ങനെ വരച്ച് കൊടുത്തല്ലോ. ഇനി നമുക്ക് ഇവിടെ ഇങ്ങനെയാണ് പീസ് വരുന്നത് കേട്ടോ.
അപ്പോൾ ഇത് നമുക്ക് ഇത് സൈഡിലാണല്ലോ വരുന്നത്. ഈ സൈഡിൽ വരുമ്പോൾ നമുക്ക് മടക്കി തയ്ക്കാൻ ഒരു അരിഞ്ചും പിന്നെ നമുക്കിവിടെ ഒരു 1.5 അവിടെ സൈഡിൽ നമുക്കൊരു 1.5 ഇഞ്ച് കൊടുക്കാം. അല്ല വേണ്ട, 2 ഇഞ്ച് കൊടുക്കാം. 2 ഇഞ്ച് കേട്ടോ, 2 ഇഞ്ച്. ഓക്കെ, 2 ഇഞ്ച്. ഇനി ഇവിടെയും 2 ഇഞ്ച്, 2 ഇഞ്ച് കൊടുക്കാം. പിന്നെ അലാസ്റ്റിക് നമുക്ക് 1 ഇഞ്ചിൻ്റെ അലാസ്റ്റിക്കാണെന്ന് വെച്ചെങ്കിൽ നമുക്ക് എന്ത് വേണം, 1.5 ഇഞ്ച് നമുക്ക് ഇതിന് വേണം. പിന്നെ ഒരു 1/2 ഇഞ്ച് മടക്കി തയ്ക്കാനും വേണം. അപ്പോൾ നമുക്ക് 2 ഇഞ്ച് വേണ്ടി വരും. ഇനി നമുക്ക് 3/4 ഇഞ്ചിൻ്റെ ആണ് വേണ്ടെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് എടുക്കാം. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു 2 ഇഞ്ച് തന്നെ നമുക്ക് ഇവിടെയും കൊടുക്കാം. 2 ഇഞ്ച് തന്നെ കൊടുക്കാം. ഓക്കെ, നമ്മുടെ അലാസ്റ്റിക്കിൻ്റെ ഉത്തനുസരിച്ചാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഇത് തയ്ക്കുമ്പോൾ നിങ്ങൾക്ക് നല്ലോണം മനസ്സിലാവും കേട്ടോ. 2 ഇഞ്ച്, ഇവിടെ 2 ഇഞ്ച്. ഇവിടെ നമുക്ക് 2 ഇഞ്ച് വേണ്ട, 1.5 ഇഞ്ച് മതി കേട്ടോ. 1.5 ഇഞ്ച്, 1.5 ഇഞ്ചാണ്. 1.5 ഇഞ്ച് നമ്മുടെ ഇതൊന്ന് കട്ട് ചെയ്തിട്ടോ. ഓക്കെ, ഇവിടെ നിന്ന് ഇങ്ങോട്ട് 2 ഇഞ്ച്, ഇവിടെ നിന്ന് ഇങ്ങോട്ട് 1.5 ഇഞ്ച്. ഓക്കെ, ഇത് നമ്മൾ കട്ട് ചെയ്യാൻ എടുക്കാം. കുറച്ച് ഇത് കുറഞ്ഞെടുത്തിട്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇത് നമ്മൾ മടക്കി തയ്ക്കുകയാണ് ചെയ്യേണ്ടത് കേട്ടോ. ക്യാൻവാസൊക്കെ വെച്ച് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി കട്ടി ഉണ്ടാവും. പക്ഷേ അലാസ്റ്റിക് വെക്കുമ്പോൾ ക്യാൻവാസിൻ്റെ ആവശ്യമില്ല, അതായിരിക്കും നല്ലത്. പിന്നെ ഇത് 2 ഇഞ്ചിൻ്റെ പീസ് ആക്കിയിട്ട് അങ്ങനെയും ചെയ്യാം കേട്ടോ. പീസ് ആദ്യം 2 ഇഞ്ച് ഇവിടെ മടക്കി തയ്ച്ച് പിന്നെ മറ്റു ചിലതൊക്കെ ചെയ്യാം. പക്ഷേ ഇത് ഞാൻ ഏറ്റവും ഈസി വേ ആണ് ചെയ്ത് കാണിക്കുന്നത്, അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ ചെയ്യണത്. നമുക്ക് ഫസ്റ്റ് ഇങ്ങനെ അപ്പം വെച്ച് കൊടുക്കാം. അതായത് നല്ല പീസിൻ്റെ മുകളിലാണ് ഞാൻ ഇത്, നല്ല ഭാഗത്താണ് കേട്ടോ ഇതിങ്ങനെ വെക്കുന്നത്. ഇത് നമുക്ക് മറിച്ച് തയ്ക്കാനുള്ളതാണ്. ഏകദേശം ഒരു പീസ്, കാരണം നമുക്ക് നൈറ്റിക്ക് പീസ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പം നമുക്കിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. നെക്കിൻ്റെ വിടുത്തും ലെങ്ത്തൊക്കെ നിങ്ങളുടെ ഓരോരുത്തരുടെയും ഇഷ്ടമാണ് കേട്ടോ. അത് വൈഡായിട്ട് നിൽക്കുന്നവർക്ക് വേണ്ടവർക്ക് 3-3.5 ഇഞ്ച് കൊടുക്കാം. അതല്ല വൈഡ് വേണ്ട, കുറച്ച് സാധാരണയായിട്ട് നമ്മൾ നൈറ്റി സാധാരണ യൂസ് ചെയ്യുന്ന സാധനമാണല്ലോ. അപ്പം നമ്മൾ അത്ര വൈഡായിട്ട് ചില ആളുകൾക്ക് നെക്ക് ഇടുങ്ങിയിട്ടാകുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാകും. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ അങ്ങനത്തെവർക്ക് നമുക്ക് എന്ത് ചെയ്യാം, കുറച്ച് ഇടുങ്ങി തോന്നുകയാണെന്ന് വെച്ചെങ്കിൽ 3-3.5 കൊടുക്കാം. ഞാനിവിടെ 3 ഇഞ്ചേ കൊടുത്തിട്ടുള്ളൂ കേട്ടോ. 3 ഇഞ്ച് മതി, എനിക്ക് ധാരാളമാണ് 3 ഇഞ്ച്. പിന്നെ ഇറക്കം 6 ഇഞ്ച് കൊടുത്തിട്ടുണ്ട്. അധികം ആളുകളും 5.5 ഇഞ്ചാണ് കൊടുക്കാറ്, പക്ഷെ എനിക്ക് 6 ഇഞ്ച് വേണം എന്നുള്ളതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ അതാണ് ഞാൻ പറയണത്. അതൊക്കെ അവനവൻ്റെ ഇഷ്ടമാണ്. ഓക്കെ, നെക്കിൻ്റെ വിടുത്തും ഇതൊക്കെ അതൊക്കെ നമ്മൾ കസ്റ്റമറിന് അനുസരിച്ച് നമുക്ക് ചെയ്യാം. നമ്മൾ പിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മളിവിടെ അങ്ങനെ തയ്ക്കും. ഇവിടെ ഇതും കൂട്ടി ഇങ്ങനെ തയ്ച്ച് ഇതാ ഇവിടുന്ന് ഇങ്ങനെ തയ്ച്ച് ഇവിടുന്ന് ഇങ്ങനെ തയ്ച്ച് ഇങ്ങോട്ട് പോരും. എന്നിട്ടിത് മറിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ഇവിടെയാണ് അലാസ്റ്റിക് വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് തയ്ക്കാനുള്ള എളുപ്പത്തിന് വേണമെങ്കിൽ ഇത് ഇങ്ങനെ പിൻ ചെയ്ത് കൊടുക്കുന്നതിൻ്റെ അടുത്ത് ഇങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് ഇവിടെ ഇതിന് കൊടുക്കാം. അത് ഞാൻ കാണിക്കാം കേട്ടോ. അപ്പം നമുക്ക് മടക്കി തയ്ക്കുമ്പോൾ ചെയ്താലും മതി, അപ്പോൾ കുഴപ്പമില്ല. ഇനി നമുക്ക് നൈറ്റിൻ്റെ കയ്യാണ്. ഇപ്പോൾ കയ്യിന് നമുക്ക് ആകെ ഈ ഒരു പീസാണ് കിട്ടുന്നത്. ഈ പീസ് വെച്ചിട്ടാണ് നമ്മൾ കൈ തയ്ക്കാൻ പോകുന്നത് കേട്ടോ, കട്ട് ചെയ്യാൻ പോകുന്നത്. നമ്മൾ കയ്യിന് മടക്കി കൊടുക്കാം. അതായിട്ട് തന്നെയാണ് 2 പീസ് ഉണ്ടാവുന്നത്. അപ്പോൾ ശരിക്കും നമ്മൾ ലെങ്ത്ത് എടുക്കുമ്പോൾ എപ്പോഴും അടിയിൽ നിന്ന് എടുക്കുക കേട്ടോ. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഈ പീസ് ഉണ്ടാവുക.
സൈഡിൽ പോയിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു പീസ് കിട്ടില്ല, അതിന് പകരം ഇവിടെ കട്ട് ചെയ്തിട്ടായിരിക്കും കിട്ടുന്നത്. അപ്പോൾ താഴ്ഭാഗത്തു നിന്ന് സെൻറ്ററിലോട്ട് മാർക്ക് ചെയ്യുക ലെങ്ത്ത്. അങ്ങനെ ആകുമ്പോഴാണ് നമുക്ക് നൈറ്റിക്ക് കറക്റ്റ് നമ്മുടെ ഇതിന് കിട്ടുക കേട്ടോ, സ്ലീവിന് കിട്ടുന്നത്. അപ്പോൾ ഇത് നമുക്ക് മടക്കി കൊടുക്കാം. നമുക്ക് ഇവിടെ വരെയാണ് കിട്ടുന്നത്. ജസ്റ്റ് കുഴിച്ച് കട്ട് ചെയ്ത് കൊടുക്കാം. സ്ലീവ് കട്ട് ചെയ്യണ പ്രത്യേകമായിട്ടുള്ളൊരു വീഡിയോ തന്നെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അടിഭാഗത്ത് തുണി ഉണ്ടോ എന്നൊക്കെ നോക്കാം കേട്ടോ. കറക്റ്റ് നമ്മൾ നൈറ്റിക്ക് തയ്ക്കുമ്പോഴേ അളവ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയിട്ടുണ്ടാവും തുണി. അപ്പോൾ അതൊക്കെ താഴെ ഉണ്ടോ എന്നൊക്കെ ഉള്ളതൊന്ന് കറക്റ്റ് ചെയ്തിട്ട് വേണം ചെയ്ത് കൊടുക്കാൻ. ഓക്കെ, നമുക്ക് താഴ്ഭാഗത്തെ ലൂസ് എത്രയും നോക്കാം. കൈ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ കയ്യിന് ഇപ്പോൾ ആകെ ലെങ്ത്ത് ഉള്ളത് 8.5 ഇഞ്ചേ ഉള്ളൂ. പിന്നെ അത് നമുക്ക് എന്ത് ചെയ്യണം, ഏച്ച് കൊടുക്കണം കേട്ടോ. എന്നാലും നമുക്കത് കറക്റ്റ് ലെങ്ത്ത് കിട്ടുള്ളൂ. അത് നൈറ്റി പീസിൽ നമ്മൾ എപ്പോഴും നമുക്ക് ഏച്ച് കൊടുക്കേണ്ടി വരും. ചില പീസ് 8 ഇഞ്ച് മതിയാവുമെങ്കിൽ അത്ര മതി, അത്ര വേണ്ടവർക്ക്. പക്ഷെ എനിക്കിവിടെ 8 ഇഞ്ച് പോരാ. അപ്പോൾ നമ്മൾ അത് കേട്ടോ കുറച്ച് നമുക്ക് ഒരു പീസ് ഏച്ച് കൊടുക്കാൻ വേണ്ടി വേണം. ബാക്ക് പീസിൻ്റെ നെക്കാണ് കേട്ടോ. നെക്ക് നമുക്ക് 3 ഇഞ്ച് അടയാളപ്പെടുത്താൻ എടുത്ത് ഒരു 3.5 ഇഞ്ച് ലെങ്ത്ത് അടയാളപ്പെടുത്താം. കറക്റ്റാണോ വെച്ചത് നോക്കട്ടോ. എന്നിട്ട് അടയാളപ്പെടുത്തിയിട്ട് വരച്ച് കട്ട് ചെയ്ത് കൊടുക്കട്ടെ. നമ്മൾ ക്രോസ് പീസ് വെച്ചുകൊണ്ട് തയ്ക്കുകയാണ് ചെയ്യുക കേട്ടോ. ഉപ്പുണ്ട്
വേണ്ട ക്രോസ് പീസ് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് തുണിൻ്റെ ക്രോസ് ആയിട്ട് വെക്കാം. പീസ് കേട്ടോ. കട്ടിങ് വീഡിയോ. ഇനി സ്റ്റിച്ചിങ് ചെയ്യാൻ പോവുകയാണ് നമ്മൾ. അപ്പോൾ ഫസ്റ്റിൽ തന്നെ നമ്മൾ പിൻ ചെയ്ത് വെച്ചിട്ടുള്ള നെക്ക് പീസ്, അത് ആണ് ഫ്രണ്ട് പീസാണ് നമ്മൾ റെഡിയാക്കാൻ പോകുന്നത്. ഫസ്റ്റിൽ തന്നെ നമ്മൾ ആ പിൻ ചെയ്ത് വെച്ചത് കൊണ്ട് തന്നെ ആ അരു കൂടെ അങ്ങനെ അടിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഈസി ആയിട്ട് തന്നെ ചെയ്യാൻ പറ്റും. അപ്പോൾ ഫസ്റ്റിൽ തന്നെ നമുക്ക് കട്ട് ചെയ്യണ സമയത്ത് തന്നെ ഇതൊക്കെ ഒന്ന് പിൻ ചെയ്തൊക്കെ വെച്ചാൽ പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. ഞാനിത് മറിച്ച് വെച്ച് വേണ്ടാണ് കേട്ടോ അടിക്കണത്. കണ്ടാൽ മനസ്സിലാവും. കാരണം എന്താ, പിൻ ചെയ്ത് വെച്ചതുകൊണ്ട് തന്നെ താഴെയുള്ളത് ഇളകി പോകുന്നില്ല. പിന്നെ നമുക്ക് കറക്റ്റ് ഒരു അളവിൽ 1/4 ഇഞ്ച് വിട്ടിട്ട് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ വെച്ചിട്ടുള്ള ആ ശീല അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയിട്ടുണ്ടെങ്കിലും ഇങ്ങനെ നമുക്ക് സ്റ്റിച്ച് ചെയ്യുകയാണെന്നെങ്കിൽ നമുക്ക് ആ ഒരു കറക്റ്റിൽ തന്നെ അടിക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യണത് കേട്ടോ. നല്ല വശത്താണ് നമ്മൾ ആ നെക്കിൻ്റെ പീസ് വെച്ചിട്ടുള്ളത്. ഇനി അത് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ട് അത് ഇപ്പുറത്തേക്ക് മറിച്ചിടുകയാണ് ചെയ്യണത്. ഓക്കെ. ഇനി നമുക്ക് സ്റ്റിച്ചിങ്ങിൻ്റെ പെർഫെക്ഷന് വേണ്ടിയിട്ട് ആ സൈഡൊക്കെ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. നമ്മളിങ്ങനെ അടിച്ച ആ ഒരു ഭാഗത്ത് മറിച്ചിടുന്നതിന് മുന്നേ നമ്മൾ നെക്കൊക്കെ കട്ട് ചെയ്യൂല, അതുപോലെ തന്നെ അതിൻ്റെ ആരോഗ്യം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. ചെറിയ ചെറിയ കട്ടിങ് ഇങ്ങനെ കൊടുക്കുക. അത് മടക്കി തയ്ക്കുമ്പോൾ നമുക്കത് യൂസ്ഫുള്ളാവും. ഒരു മടങ്ങി പോകുന്നില്ല, അങ്ങനെ കറക്റ്റായിട്ട് തന്നെ നമുക്ക് മടക്കി വെക്കാൻ വേണ്ടിയിട്ട് പറ്റും. അതല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ കുത്തി കൂടിക്കൊണ്ട് ഇങ്ങനെ നിൽക്കും. അപ്പോൾ ആ ഒരു ഫിനിഷിങ്ങിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ അരു കട്ട് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതുപോലെ ചെയ്യാം. ഇനി നമുക്ക് നമ്മുടെ ആ പീസ് മറിച്ച് വെച്ച് കൊടുക്കുകയാണ് ചെയ്യണത്. ഇനി അത് മറിച്ച് നല്ല ഫിനിഷിങ്ങിൽ തന്നെ അടിച്ചു കൊടുക്കണം. അപ്പോൾ അതങ്ങനെ പിന്നെ നമ്മളെപ്പോഴും അങ്ങനെ മറിച്ച് കൊടുക്കുമ്പോൾ പിൻ ചെയ്ത് കൊടുക്കുക കേട്ടോ. പിൻ ചെയ്ത് കൊടുത്താൽ അത് അങ്ങോട്ടും ഇങ്ങോട്ടും തെന്നി പോവാതെ തന്നെ നിൽക്കും. അപ്പോൾ നമുക്ക് എങ്ങനെ വേണമെങ്കിലും സ്റ്റിച്ച് ചെയ്യാം. പിന്നെ അത് ബോദർ ചെയ്യേണ്ട ആവശ്യമില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും തെന്നി പോകുന്നുണ്ടോ അല്ലെങ്കിൽ ഇവിടെ സൈഡിൽ കാണുന്നുണ്ടോ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. നമുക്കങ്ങ് സ്റ്റിച്ച് ചെയ്ത് പോയാൽ മതി. അപ്പോൾ ഈ മടക്കി കൊടുക്കുന്നതിനോടൊപ്പം തന്നെ അതങ്ങ് പിന്നിച്ചിട്ട് കൊടുത്താൽ മതി. പിന്നെ വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകൾക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. അതല്ലാത്തവർക്ക് ഇങ്ങനെ ചെയ്യാം കേട്ടോ. ഇനി എക്സ്പീരിയൻസ്ഡ് ആയ ആളുകളാണെങ്കിലും ഇങ്ങനെ ചെയ്താൽ നമുക്ക് പെട്ടെന്നാണ്ട് അടിച്ചു പോകാൻ പറ്റും. പിന്നെ അതിനൊരു ടൈം കളയേണ്ട ആവശ്യമില്ല. എന്തായാലും നമ്മൾ മടക്കി കൊടുക്കാൻ വേണ്ടിയിട്ടൊരു ടൈം വേണം. അപ്പോൾ അത് പിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്കത് മറിച്ചിട്ടിട്ട് ഒന്നാണ്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി. ഇനി നമ്മൾ മറിച്ച് വെച്ച് ചീത്ത സൈഡിലാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യണത്. അപ്പോൾ ഇതൊന്നും ലൈനിങ് നമ്മൾ മടക്കി തയ്ക്കാത്തത് കൊണ്ട് തന്നെ നമ്മൾ ഇപ്പോൾ അതിൻ്റെ കൂടെ തന്നെ മടക്കിയിട്ട് വെക്കുകയാണ് ചെയ്യണത്. ഇതിന് ഡയറക്റ്റ് ഇങ്ങനെ അടിച്ചു കൊണ്ടുവരിക. എന്നിട്ട് സൈഡിൽ താഴെ സൈഡിൽ കുറച്ച് സമയം ഒന്ന് വിടണം കേട്ടോ. അത് എന്തിനാണെന്ന് വെച്ചാൽ അലാസ്റ്റിക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അതൊന്ന് ശ്രദ്ധിക്കുക. ഇവിടുന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക സ്റ്റിച്ചിങ്. എന്നിട്ട് കണ്ടിന്യൂ വേഗം ചെയ്യുക. എന്നിട്ട് ഇങ്ങനെ മടക്കി കൊടുത്തിട്ട് ഇങ്ങനെ ചെയ്യുക. എന്നിട്ട് ഞാൻ പറയാം ഇവിടെ എവിടെയാണ് നിർത്തേണ്ടതെന്ന്. ഓക്കെ, കണ്ടിന്യൂ ചെയ്യാം കേട്ടോ. ഇനി ഈ ഒരു ഭാഗത്ത് ഇപ്പോൾ ഞാൻ കൈ വെച്ചിട്ടുള്ള ഈ ഒരു ഭാഗത്ത് വെച്ചിട്ട് വേണം നമ്മൾ സ്റ്റിച്ചിങ് നിർത്താൻ വേണ്ടിയിട്ട്. ഓക്കെ, അവിടെ വരെ ഒന്ന് കെട്ടിട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ 1 ഇഞ്ചിൻ്റെ അലാസ്റ്റിക്കാണ് വെച്ചെങ്കിൽ ഒരു 1.25 ഇഞ്ചിൽ നമ്മൾ മടക്കി കൊടുത്തിട്ട് അലാസ്റ്റിക് വെക്കാൻ കണ്ട് മടക്കി കൊടുത്തിട്ട് അവിടെ വിടുക. ഒന്നങ്ങ് കെട്ടിട്ട് കൊടുത്തോണ്ട് കേട്ടോ. എന്നിട്ട് ഇവിടുന്ന് താഴോട്ട് വെക്കുക.
ഇനി ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് അടിക്കുക. ഇപ്പോൾ അവിടെ നമുക്കൊരു ഹോളായിട്ടായിരിക്കും കിട്ടുന്നത്, അത്രയും വേണ്ട, അടിക്കണ്ട. പിന്നെ ഒന്ന് ഇങ്ങനെ താഴോട്ട് ഇങ്ങനെ അടിച്ചുകൊണ്ട് വരിക കേട്ടോ. അപ്പോൾ നമ്മൾ അലാസ്റ്റിക് എത്ര ഇഞ്ചിൻ്റെ അലാസ്റ്റിക്കാണോ ആ ഇഞ്ചിൻ്റെ അലാസ്റ്റിക്കിൻ്റെ അത്രയും നമുക്ക് ഈ ഒരു വിടുത്ത് വേണം കേട്ടോ. അതല്ലെങ്കിൽ നമുക്ക് അലാസ്റ്റിക് കുടുങ്ങിപ്പോകും, അലാസ്റ്റിക് അതിൻ്റെ ഉള്ളിൽ ഇടാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് ഇങ്ങനെ അലാസ്റ്റിക് എത്രയാണോ വീതി ആ ഒരു വീതിക്ക്, ഇപ്പോൾ ഞാൻ 1 ഇഞ്ചിൻ്റെ അലാസ്റ്റിക്കാണ് എടുക്കുന്നത്, അപ്പോൾ എനിക്ക് 1.25 ഇഞ്ചിൽ ഞാൻ അടിക്കുകയാണ്. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ കേട്ടോ. ഇതിൽ ഇത്രയേ ഉള്ളൂ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. ഈസിയാണ്, വളരെ ഈസി ആയിട്ടാണ് ചെയ്യണത്. വേറെ പീസ് എടുത്ത് കട്ട് ചെയ്ത് അല്ലെങ്കിൽ അതിൻ്റെ സൈഡ് ആം ഹോളിൻ്റെ അവിടെ കട്ട് ചെയ്തിട്ട് അങ്ങനെയൊക്കെ വെക്കാം. പക്ഷേ ഇത് ഏറ്റവും സിമ്പിളായിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ. ബിഗിനേഴ്സിന് പോലും നമുക്ക് ഈസി ആയിട്ട് തന്നെ ചെയ്യാൻ പറ്റണ ഒരു മോഡലായിട്ടാണ് ഞാനിപ്പോൾ ചെയ്യണത്. ഇലാസ്റ്റിക് മാക്സി കാണാൻ വേണ്ടിയിട്ട് നല്ല ഭംഗിയാണ്, ഇട്ടാലും നല്ല ഒരു ഫിനിഷിങ്ങിൽ നല്ല സ്മൂത്തായിട്ട്. നമുക്ക് നൈറ്റി എന്ന് ഉദ്ദേശിക്കണത് തന്നെ കുറച്ച് ലൂസായി കിടക്കണ ഒരു വസ്ത്രമായിട്ടാണല്ലോ നമ്മൾ കൺസിഡർ ചെയ്യണത്. അപ്പോൾ അതിന് പറ്റിയ ഒരു ടൈപ്പ് മോഡലാണ് ഈ എലാസ്റ്റിക് മാക്സി എന്ന് പറയുന്നത്. അതുപോലെ ഗർഭിണികൾക്ക് അവരുടെ വയറ് തോന്നിക്കാതിരിക്കാനൊക്കെ ഇവർക്ക് അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ നമുക്ക് ഈ ഒരു മാക്സി നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഏറ്റവും സിമ്പിളായിട്ടുള്ള മെത്തേഡിലാണ് ഞാൻ ചെയ്യണത്. അപ്പോൾ ഈ 2 സൈഡിലും ഇങ്ങനെ ഹോളായിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. താഴെ ഭാഗത്ത് ഫുള്ളായിട്ടുണ്ട് കൊടുത്തിട്ട് പിന്നെ ഈ 2 സൈഡിലും നമ്മൾ ഹോള് കൊടുക്കുന്നുണ്ട്. ആ ഹോള് നമുക്ക് അലാസ്റ്റിക് ഇട്ടതിന് ശേഷം വേണം അത് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്, അതല്ലെങ്കിൽ നമുക്ക് അലാസ്റ്റിക് ഇടാൻ വേണ്ടിയിട്ട് ഹോള് ഉണ്ടാവില്ല. അപ്പോൾ ഓക്കെ, അപ്പോൾ നമ്മുടെ സ്റ്റിച്ചിങ് കഴിഞ്ഞു. ഇനി ഞാൻ കാണിക്കാം. ഓക്കെ, ഈ 2 സൈഡും കണ്ടോ, ഇതിനുള്ളിലാണ് നമ്മൾ അലാസ്റ്റിക് ഇടുന്നത്. ഇനി നമുക്ക് അലാസ്റ്റിക്കിൻ്റെ ലെങ്ത്ത് എങ്ങനെയാണ് കണക്കാക്കുക എന്ന് പറഞ്ഞുതരാം. അതായത് നമ്മുടെ 6 ഇഞ്ചാണ് നമ്മുടെ നെക്കിൻ്റെ വിടുത്ത് വരുന്നത് അല്ലേ. 3 ഇഞ്ചാണ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ 3 3 6. ഓക്കെ, അപ്പോൾ നമുക്ക് 5 ഇഞ്ച് താഴേക്ക് മതി. കാരണം എന്താണെന്ന് വെച്ചാൽ താഴത്തെ വീതി കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ 6 ഇഞ്ചിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ വൈഡായിട്ട് നിൽക്കും. മുകളിലേതുപോലെ തന്നെ താഴെയും കൊടുക്കുകയാണെങ്കിൽ വൈഡായിട്ട് നിൽക്കും. അപ്പോൾ ഒരു 5 ഇഞ്ചിൽ നമുക്ക് അലാസ്റ്റിക് മതി. 1/2 ഇഞ്ചും പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും സ്റ്റിച്ചിങ് ചെയ്ത് പോവാൻ. അങ്ങനെ 6 ഇഞ്ച് നീളത്തിൽ നമുക്കൊരു അലാസ്റ്റിക് എടുക്കാം. എന്നിട്ട് അതിനുള്ളിലോട്ട് നമ്മൾ കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ 6 ഇഞ്ചിൽ അലാസ്റ്റിക് നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി 6 ഇഞ്ച് അലാസ്റ്റിക് നമ്മൾ ഉള്ളിലോട്ട് കൊടുക്കുന്നത് അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു പിന്നിട്ടിട്ട് നമ്മൾ അലാസ്റ്റിക് അതിനുള്ളിലൂടെ കൊടുക്കുകയാണ് ചെയ്യണത് കേട്ടോ. സാധാരണ നമ്മളെ പാൻറ്റിലൊക്കെ ചെയ്യണ മെത്തേഡ് തന്നെയാണ് കേട്ടോ. അപ്പോൾ 2 സൈഡിലും നമുക്ക് ഹോളുണ്ട്, അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഹോളിട്ട് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അലാസ്റ്റിക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് 2 സൈഡിലും പിൻ ചെയ്തൊന്ന് കൊടുത്താൽ നമുക്ക് പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും തെന്നി പോവാതിരിക്കും നമ്മൾ സ്റ്റിച്ച് ചെയ്യണ സമയത്ത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 2 സൈഡിലും ഓക്കെ നമ്മൾ ഇട്ട ഭാഗത്തും ക്ലോസ് ചെയ്ത ഭാഗത്തും നമ്മൾ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ആ അലാസ്റ്റിക്കിനോട് കൂടെ തന്നെ നമ്മൾ ഒന്ന് സ്റ്റിച്ച് ചെയ്യാണ് ചെയ്യണത്. 2 സൈഡിലും നമ്മൾ സ്റ്റിച്ച് ചെയ്യാം കേട്ടോ. എന്നിട്ട് ഞാൻ സെൻറ്ററിലൂടെ ഒരു സ്റ്റിച്ചിങ്ങും കൂടെ കൊടുക്കുന്നുണ്ട്. അത് ഒരു ഭംഗിയും കൂടെ ആണ്. കറക്റ്റ് സെൻറ്ററിൽ വേണം കേട്ടോ കൊടുക്കാൻ വേണ്ടിയിട്ട്, എന്തെങ്കിൽ ഭംഗിയിൽ നിൽക്കുള്ളൂ. അതല്ലെങ്കിൽ വളഞ്ഞും തിരിഞ്ഞൊക്കെ ആണെങ്കിൽ ആ ഒരു ഭംഗി കിട്ടൂല. അപ്പോൾ ആ ഒരു കറക്റ്റ് സെൻറ്ററിൽ തന്നെ നമുക്ക് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് കാണാവുന്നതേ ഉള്ളൂ കേട്ടോ, ഒന്ന് കണ്ടാൽ മതി, അപ്പോൾ മനസ്സിലാകും. അത് നല്ല സൈഡിൽ വെച്ചിട്ട് കൊടുക്കാൻ നോക്കുക കേട്ടോ. നല്ല സൈഡിൽ വെച്ചിട്ട് നല്ല ഭാഗത്ത് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യാൻ നോക്കുക. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും തെന്നി പോകാതെ തന്നെ നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ ഇനി അത് നമുക്ക് അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കാം. അലാസ്റ്റിക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ എപ്പോഴും വലിച്ച് പിടിച്ച് സ്റ്റിച്ച് ചെയ്യുക കേട്ടോ. അതല്ലെങ്കിൽ നമുക്ക് നമ്മൾ വിചാരിച്ച പോലെയുള്ള ഫിനിഷിങ് കിട്ടൂല. അപ്പോൾ നമുക്ക് വലിച്ച് പിടിച്ച് കറക്റ്റ് സെൻറ്ററിലൂടെ തന്നെ, ഇനി അത് സെൻറ്റർ മാറി പോകുന്നുണ്ടെങ്കിൽ ഒന്ന് വരച്ച് കൊടുത്താൽ മതി.
ഓക്കെ, അപ്പം എക്സ്പേർട്ടായ ആളുകൾ ഇങ്ങനെ തന്നെ ഒന്ന് അടിച്ചു കൊടുത്താൽ മതി സെൻറ്ററിലായിട്ടുള്ളത്. ഇനി ബിഗിനേഴ്സൊക്കെ ആണ് സെൻറ്റർ അങ്ങോട്ടും ഇങ്ങോട്ടും തെന്നിപ്പോവൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒന്ന് വരച്ചു കൊടുത്താൽ മതി. ഓക്കെ, എന്നിട്ട് ആ ഒരു വരയിലൂടെ അങ്ങനെ അടിച്ചു കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ എപ്പോഴും നമ്മൾ സ്റ്റിച്ചിങ് ശ്രദ്ധിക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും മാറി പോകുമ്പോൾ ഒരു വൃത്തികേടായിട്ട് നിൽക്കും. അപ്പോൾ ആ ഒരു സെൻറ്ററിലൂടെ തന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇനി അതിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് ഞാനൊരു ചെറിയൊരു മോഡലും കൂടെ കൊടുക്കുന്നുണ്ട്, അതും കൂടെ ഒന്ന് കാണിക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു ചതുരത്തിലുള്ളൊരു പീസാണ് വേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ നമ്മൾ ഡോറി ഉണ്ടാക്കില്ലേ, അതുപോലെയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് എത്ര വലുപ്പമാണോ വേണ്ടത് ആ ഒരു വലുപ്പത്തിനനുസരിച്ചാണ് നമുക്ക് തുണി വേണ്ടത്. ഞാനൊരു അത്യാവശ്യം ഒരു മീഡിയം ടൈപ്പ് ഡോറിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 2 സ്ക്വയർ പീസ് വേണം നമുക്ക്. അപ്പോൾ ഞാൻ ഏറ്റവും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയാണ് കാണിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു പീസ് നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ചീത്ത സൈഡും ഒരുമിച്ച് വെച്ച് മടക്കി കൊടുത്തിട്ടാണ് ചെയ്യണത്. അപ്പം നല്ല ഭാഗം മാത്രമേ പുറത്തുണ്ടാവുള്ളൂ. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ആ ഒരു ഫിനിഷിങ്ങിൽ തന്നെ കിട്ടും കേട്ടോ. ഇങ്ങനെയാണ് നമ്മളത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. നമുക്കൊരു കയറിൻ്റെ ആവശ്യം കൂടി ഉണ്ട്, അപ്പോൾ അതിന് വേണ്ടിയിട്ടാണിത് കേട്ടോ. അപ്പോൾ അതൊക്കെ വീതിയൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെയാണ്. ഞാനൊരു 1 ഇഞ്ച് വീതി കറക്റ്റ് അളവിലൊന്നല്ല, ഒരു ഇഞ്ചിൽ ഏകദേശം ഒരു ഇഞ്ച് വിടത്തിലാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. എന്നിട്ട് അത് മടക്കി കൊടുക്കുകയാണ് ചെയ്യണത്. വളരെ ഈസിയാണ് കേട്ടോ. ഇനി അത് നമുക്ക് സ്റ്റിച്ചിങ് കാണാത്ത രീതിക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചീത്ത സൈഡ് വെല്ല് വെച്ചിട്ട് ഒന്ന് മടക്കി കൊടുത്തിട്ട് അത് ഇടുകയാണെങ്കിൽ അങ്ങനെയും ചെയ്യാം. പക്ഷെ ഞാനിവിടെ ഇപ്പോൾ സ്റ്റിച്ചിങ് പുറത്ത് കാണുന്ന രീതിക്ക് തന്നെയാണ് അടിക്കുന്നത്. പക്ഷെ എന്നാലും നല്ല ഭംഗിയിൽ തന്നെ നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ ഒരു കയറിന് വേണ്ടിയിട്ട് ഇങ്ങനൊരു ശീല ഞാൻ കട്ട് ചെയ്തെടുത്തു. ഇനി നമുക്കതൊരു കയറാക്കിയിട്ട് അടിക്കാം. അതിന് വേണ്ടിയിട്ട് 2 സൈഡും മടക്കി കൊടുത്ത് പിന്നെ സെൻറ്ററിൽ ഒന്നും കൂടി മടക്കി കൊടുത്താൽ നമുക്ക് കറക്റ്റ് ഫിനിഷിങ്ങിൽ തന്നെ ഒരു കയറായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ ഇനി അത് ഒന്ന് അടിച്ചെടുക്കുകയാണ്. ഇനി നമ്മുടെ ഈ ഒരു പീസ് ഉണ്ടല്ലോ, ആ പീസിൻ്റെ സെൻറ്ററിലായിട്ട് ഇത് വെക്കുക. ഓപ്പൺ സൈഡിലാണ് വെക്കുന്നത്. എന്നിട്ട് മടക്കി കൊടുക്കുകയാണ് കേട്ടോ ചെയ്യണത്. മടക്കി കൊടുത്തിട്ട് കണ്ടോളൂ. ഇത് കണ്ട് മനസ്സിലാക്കേണ്ടതാണ്. കുറേ പറഞ്ഞാൽ കൂടുതൽ മനസ്സിലാവില്ല, അപ്പോൾ കണ്ടിട്ട് മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ ഒരു ത്രികോണാകൃതിയിൽ പിന്നെ താഴെ ഒരു ഭാഗത്തൊന്ന് ചെറുതായിട്ടൊന്ന് മടക്കി കൊടുത്താൽ എന്താണ് അവിടെ നമുക്കത് എടുക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. അതുപോലെ അതിൻ്റെ ആ തുമ്പ് കാണാതെ നല്ല വൃത്തിക്ക് തന്നെ കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ആ ഒരു ചെറിയൊരു ഫോൾഡ് ചെയ്ത് നമ്മൾ കൊടുക്കുന്നത് സൈഡിൽ. എന്നിട്ട് ഇത് മറിച്ച് കൊടുക്കുക. അപ്പോൾ നമുക്കൊരു പോലെ ആയി. ഇനി ഇതേപോലെ തന്നെ മറ്റേ സൈഡും നമുക്ക് ചെയ്തെടുക്കുക. അങ്ങനെ 2 സൈഡിലും നമുക്ക് ഓരോരോ ഇത് ചെയ്തെടുത്തിട്ട് കാണിക്കാം. ഇനി ഇത് നൈറ്റിയുടെ ഫ്രണ്ട് ഭാഗത്ത് നമുക്കതിൻ്റെ ഏറ്റവും സെൻട്രലായിട്ട് വെച്ച് കൊടുക്കാം. ഇതൊരു നല്ലൊരു മോഡലായിട്ട് നല്ലൊരു ഡിസൈനിൽ നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഒന്ന് മടക്കിയിട്ട് ഒന്ന് വലുതും ഒന്ന് ചെറുതും ആക്കിയിട്ട് അങ്ങനെ കൊടുക്കാം കേട്ടോ. അപ്പോൾ കുറച്ചും കൂടി ഒരു ഭംഗിയിൽ കിട്ടും. ഇനി അത് നമുക്കൊരു പൂ പോലെ ഒരു ഫ്ലവർ പോലെ നമുക്ക് ഒന്നിങ്ങനെ മടക്കി കൊടുത്തിട്ട് അതിൻ്റെ സെൻറ്ററിലൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതൊരു മോഡലായിട്ട് അങ്ങനെ നിൽക്കും. അപ്പോൾ നമ്മുടെ ഫ്രണ്ട് ഭാഗം ഫിനിഷ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്ക് ഭാഗത്തിലോട്ട് പോകാം. ബാക്ക് ഭാഗത്തിൻ്റെ ഫസ്റ്റിൽ തന്നെ നമുക്ക് നെക്കാണ് റെഡിയാക്കാനുള്ളത്. അപ്പോൾ നെക്ക് ക്രോസ് പീസ് വെച്ചിട്ട് നമുക്ക് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം.
ഇനി ഫ്രണ്ട് പീസും ബാക്ക് പീസും കൂടെ ഒരുമിച്ച് വെച്ചത് ജോയിൻ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇനി നമുക്ക് സ്ലീവ് അറ്റാച്ച് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഫ്രണ്ട് ഭാഗത്തിൻ്റെ 2 ആം ഹോളിൻ്റെ അവിടെയും നമ്മൾ കട്ട് ചെയ്തിട്ടില്ലായിരുന്നു. അപ്പോൾ അതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. അതുപോലെ തന്നെ സ്ലീവിൻ്റെ ഫ്രണ്ട് ഭാഗവും നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കണം. പിന്നെ അതുപോലെ സ്ലീവ് നമുക്കൊന്ന് ഏച്ച് കൊടുക്കാനുണ്ട്. ആ ഏപ്പും കൂടെ നമ്മൾ ഒന്ന് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് സ്ലീവ് അറ്റാച്ച് ചെയ്തിട്ട് നമുക്കത് ജോയിൻ ചെയ്യുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ നൈറ്റിയുടെ ജോലി ഉള്ളത്. പിന്നെ സ്ലീവ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക, പിന്നെ ക്ലോസ് ചെയ്യുക. കാരണം അത്രയേ ഉള്ളൂ. ഈസി ആയിട്ട് തന്നെ പിന്നെ ചെയ്യാൻ പറ്റും. കാരണം ഇതൊക്കെ മുന്നേ നമ്മുടെ ചുരിദാറിൻ്റെ വീഡിയോസിലൊക്കെ ഉണ്ട് എങ്ങനെയാണ് അറ്റാച്ച് ചെയ്യേണ്ടത് എന്നുള്ളതൊക്കെ. അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ട് നോക്കുക കേട്ടോ. പിന്നെ ഇത് ഞാൻ സ്പീഡിലിട്ടിട്ട് ഒന്ന് പോകുന്നുണ്ട്. ജസ്റ്റ് കാണേണ്ടവർക്കൊന്ന് കാണാം. നമ്മുടെ സ്ലീവും അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മുടെ സ്ലീവിൻ്റെ താഴെ ഭാഗത്ത് ഒരു 6.5 ഇഞ്ചാണ് ഞാൻ എടുത്ത് കൊടുക്കുന്നത്. എനിക്ക് കുറച്ച് ലൂസായിട്ട് കിട്ടുന്നതാണ് എനിക്കിഷ്ടം. പിന്നെ 6 ഇഞ്ചോ അല്ലെങ്കിൽ 5.25 ഇഞ്ചൊക്കെ മതി. പക്ഷേ ഒരു 6.5 ഇഞ്ചിലാണ് ഞാൻ കൊടുക്കുന്നത് കേട്ടോ. എനിക്ക് നല്ലതായിട്ട് ലൂസ് വേണം. നമ്മുടെ വീട്ടിൽ നിന്ന് ഇടുന്ന ഡ്രസ്സാണല്ലോ, അപ്പോൾ കുറച്ചും കൂടി ലൂസിൽ കിടക്കുന്നതാണ് ഇഷ്ടം. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ താഴെ ഭാഗത്ത് നമ്മുടെ ഒരു 6.5 ഇഞ്ച് നിങ്ങളുടെ അളവിനനുസരിച്ച് കൊടുക്കുക. 6 ഇഞ്ചോ 5.25 5 ഇഞ്ചോ ഒക്കെ ആയിരിക്കും ആ ഒരു അളവ് വരുന്നത്. അപ്പോൾ ഞാനിവിടെ ഒരു 6.5 ഇഞ്ചിലാണ് കൊടുക്കുന്നത്. പിന്നെ മുകൾ ഭാഗത്ത് ഒരു 8 ഇഞ്ച്. എനിക്ക് കൈ നന്നായിട്ട് ലൂസ് വേണം കേട്ടോ, അല്ലെങ്കിൽ എനിക്കൊരു വളരെ ബുദ്ധിമുട്ടായിട്ട് നിൽക്കും. അപ്പോൾ 1 ഇഞ്ചിലോ 1.5 ഇഞ്ചോ ഒക്കെ ആയിരിക്കും നമ്മുടെ തയ്യൽ തുമ്പ് ഇട്ടിട്ടുണ്ടാവുക. അപ്പോൾ ആ ഒരു അളവിൽ തന്നെ നമ്മൾ ആ ഒരു തയ്യൽ തുമ്പ് ഇട്ട ആ ഒരു അളവിൽ തന്നെ നമ്മൾ അടിച്ചു കൊടുക്കുക. പിന്നെ നമുക്ക് ഇട്ട് നോക്കുക, അല്ലെങ്കിൽ അളവ് എടുത്ത് നോക്കുക. എന്നിട്ട് നമുക്ക് ലൂസാണ് തോന്നുന്നുണ്ടെങ്കിൽ ഒന്നും കൂടി ഷേപ്പ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഇത് അലാസ്റ്റിക് മാക്സി ആയതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് ലൂസിൽ തന്നെ ആയിരിക്കും കിട്ടുന്നത്. അപ്പോൾ നമുക്ക് കുറച്ച് വേണമെങ്കിൽ 1 ഇഞ്ചിൻ്റെ തയ്യൽ തുമ്പാണ് ഇട്ടിട്ടുള്ളതെങ്കിൽ 1.5 ഇഞ്ചൊക്കെ നമുക്ക് അതിന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. എങ്കിലും നമുക്കത് ലൂസായിട്ട് തന്നെ ആയിരിക്കും നിൽക്കുന്നത്. കാരണം നമുക്ക് കുറച്ച് മുന്നിൽ ഇങ്ങനെ നെറിവായിട്ട് നിൽക്കണോണ്ട് തന്നെ കുറച്ച് ലൂസായിട്ട് തന്നെ നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ നമുക്ക് ആ ഒരു അളവിൽ നമുക്കിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് പോകാം. പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഒന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട്. 1.5 ഇഞ്ചിൽ തന്നെ നമ്മൾ ഷേപ്പൊക്കെ അടയാളപ്പെടുത്തിയിട്ട് ആ 1.5 ഇഞ്ചിൽ തന്നെ താഴോട്ട് കൊണ്ടുവരാൻ പാടില്ല. ഒരു ഹിപ്പിൻ്റെ അവിടേക്ക് എത്തുമ്പോൾ കുറച്ച് ആ ഒരു വളവ് കഴിഞ്ഞാൽ പിന്നെ ഒന്ന് ചെറുതാക്കിയിട്ട് ഒരു 1 ഇഞ്ച് പിന്നെ 1.5 ഇഞ്ചിൽ അങ്ങനെ താഴോട്ട് കൊണ്ടുവരണം കേട്ടോ സ്റ്റിച്ചിങ്. അതല്ലെങ്കിൽ കുത്തി കൂടി നിൽക്കും. അപ്പോൾ ആ ഒരു കറക്റ്റ് അളവിൽ ഇങ്ങനെ അടിച്ചു കൊണ്ടിരിക്കുക കേട്ടോ. എങ്കിൽ മാത്രമേ നമുക്ക് താഴെയും കുറച്ച് വിടുത്തിൽ കിട്ടുക. മനസ്സിലായെന്ന് വിചാരിക്കണു. ഇനി താഴെ ഭാഗത്ത് മടക്കി അടിച്ചു കൊടുക്കുകയാണ്. 2 സൈഡും നമ്മൾ സ്റ്റിച്ച് ചെയ്തു. ഇനി താഴെ ഭാഗം നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ്. നമുക്ക് 1 ഇഞ്ചോ 1.5 ഇഞ്ചോ ഒക്കെ ആയിരിക്കും ഉണ്ടായിരിക്കുക. കാരണം 1/2 ഇഞ്ച് മുകളിൽ പോയി താഴെ ഒരു 1.5 ഇഞ്ചും ഉണ്ടാവും. അപ്പോൾ ആ ഒരു അളവിൽ തന്നെ നമ്മൾ മടക്കി തയ്ക്കുക. പിന്നെ കറക്റ്റ് അളവാണോ എന്ന് ജസ്റ്റ് ഒന്ന് നമ്മളൊന്ന് അളന്നിട്ട് വേണം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ കേട്ടോ. നമ്മൾ ഇപ്പോൾ കട്ട് ചെയ്യുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിപ്പോയിട്ടുണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ ഉപകാരപ്പെടും. കാരണം അത് നമ്മൾ ഇനി അത് മടക്കി തയ്ച്ചു കൊടുക്കുകയാണ്. അപ്പോൾ കറക്റ്റായി ഇതോടുകൂടി നമ്മുടെ മാക്സിയുടെ സ്റ്റിച്ചിങ് എല്ലാം ഫിനിഷായിട്ടുണ്ട്. അപ്പോൾ ഈസി ആയിട്ട് തന്നെയാണ് ഞാൻ ഈ ഒരു മെത്തേഡ് നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. അപ്പോൾ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ നിങ്ങൾ ആരും കാണരുത്. ഓക്കെ, അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.